നമസ്കാരം. നമുക്കൊന്ന് മേട്ടുപ്പാളയം പോയിട്ട് മേട്ടുപ്പാളയം ഉദകമണ്ഡലം മീറ്റർ ഗേജ് പാസഞ്ചർ അങ്ങനെ പറഞ്ഞാൽ കുറേ ആൾക്കാർക്ക് മനസ്സിലാവില്ല. നമ്മുടെ ഊട്ടി ടോയ് ട്രെയിൻ ഒന്ന് സ്പോട്ട് ചെയ്തിട്ട് വന്നാലോ? വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പുറം കിടക്കുന്ന ബ്ലൂ കളർ LHB വണ്ടി ഉണ്ടോ? അത് നമ്മൾ കഴിഞ്ഞ ദിവസം മയിലാടുതുറയിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് വന്ന ജനശതാബ്ദിയുടെ റൈക്കാണ്. അത് ഇന്ന് രാവിലെ 7:15 നേരെ കോയമ്പത്തൂരിൽ നിന്ന് മയിലാടുതുറയിലേക്ക് ജനശതാബ്ദിയായിട്ട് പോകും. മൊത്തം D18 നോൺ AC ചെയർ കാർ 18 കോച്ചുകളുണ്ട് കേട്ടോ. പിന്നെ 2 AC ചെയർ കാറും C1 ആൻഡ് C2. ഞാൻ മേട്ടുപ്പാളയത്തേക്ക് പോകുന്നത് MGR ചെന്നൈ സെൻറ്ററിൽ നിന്ന് മേട്ടുപ്പാളയത്തേക്ക് പോകുന്ന നീലഗിരി സൂപ്പർ ഫാസ്റ്റിനാണ്. ആ വണ്ടി ഇവിടെ കോയമ്പത്തൂർ എത്തിയിട്ട് ഇതിന് ലോക്കോ റിവേഴ്സൽ ഉണ്ട്. ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ഒരു P7 ആണ് ഈ റോഡിൻ്റെ. അതവിടെ ഡീകപ്പിൾ ചെയ്തിട്ട് അങ്ങനെ തന്നെ വെക്കും. എന്നിട്ട് വേറെ ഏതെങ്കിലും ലോക്കോ മുന്നിൽ ഘടിപ്പിച്ചിട്ട് നേരെ മേട്ടുപ്പാളയത്തേക്ക് പോകും. അതുപോലെ ഈ നീലഗിരി എക്സ്പ്രസ്സിന് ഇപ്പോൾ ഇത് LHB ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ MGR ചെന്നൈ സെൻട്രൽ മംഗലാപുരം സെൻട്രൽ സൂപ്പർ ഫാസ്റ്റായിട്ട് റൈഡ് ഷെയറിംഗ് ഉണ്ട് കേട്ടോ. 126/85 നമ്പർ ഒരു മംഗലാപുരം സൂപ്പർ ഫാസ്റ്റ് ഇല്ലേ, ആ വണ്ടിയായിട്ട് ഇപ്പോൾ റൈഡ് ഷെയറിംഗ് ഉണ്ട് ഈ വണ്ടിക്ക്. ഈ വണ്ടി ഇനി മേട്ടുപ്പാളയത്തേക്ക് ഇവിടുന്ന് വിടുക 5:20 5:10 ഇവിടെ കയറിയിട്ട് 5:20 വിടുന്ന രീതിയിലാണ് ഇതിന് ഷെഡ്യൂൾ കൊടുത്തിട്ടുള്ളത്. ലോക്കോ റിവേഴ്സൽ ഇല്ല, അതുകൊണ്ട് 10 മിനിറ്റ് ഇവിടെ കൊടുത്തു. 10 മിനിറ്റ് മതിയാവോ ചോദിച്ചാൽ മതിയാവും തോന്നണില്ല. നോക്കാം നമുക്ക് എന്തായാലും. തൊട്ടിപ്പുറത്തുള്ള ഈ വണ്ടി കണ്ടോ? ആ പാൻപരാഗം മറ്റേ പാൻ മസാലയൊക്കെ തിന്ന് തുപ്പിയ കോച്ചൊക്കെ ഉള്ള വണ്ടി, അത് കോയമ്പത്തൂരിൽ നിന്ന് MGR ചെന്നൈ സെൻറ്ററിലേക്ക് വന്ന് ഇൻ്റർസിറ്റി സൂപ്പർ ഫാസ്റ്റ് ആണ് കേട്ടോ. അത് ഇവിടുന്ന് 6:20 എടുക്കുന്ന വണ്ടിയാണ്. സമയം 5:26 20 എടുക്കേണ്ട വണ്ടിയാണ്. ഞാൻ പറഞ്ഞില്ല എന്തായാലും 10 മിനിറ്റ് കൊണ്ട് എന്തായാലും ആവില്ല. 5:30 ഇതുവരെ ഒരു അനക്കവും ഇല്ല വണ്ടി. ബ്രേക്ക് പ്രഷറൊക്കെ നേരത്തെ റിലീസ് ചെയ്തു. ഇതേ പച്ചയായിട്ട് നിൽക്കുന്നുണ്ട്. വണ്ടി എന്താ എടുക്കാത്തതെന്ന് അറിയില്ല. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവും, സിഗ്നൽ പ്രോബ്ലമോ വേറെ എന്തെങ്കിലും വണ്ടി വരാനോ. 5:35 ഇതുവരെ എടുത്തിട്ടില്ല. 5:20 എടുക്കണ്ടല്ലേ, 15 മിനിറ്റ് ഡിലേ ആയി. എന്താ പ്രശ്നമുണ്ട്? ഓക്കെ, റെഡിയായി. ട്രെയിൻ മാനേജർ വിസിലടിച്ചിട്ടുണ്ട്. അതെ, ഏതോ ഒരു കോച്ചിൻ്റെ ബ്രേക്ക് പ്രഷർ റിലീസായിട്ടില്ല, അങ്ങനെ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ട്രെയിൻ മാനേജർ വന്നിട്ട് നോക്കുന്നുണ്ടായിരുന്നു. ശരിയായി. എന്നിട്ടിപ്പോൾ വണ്ടി എടുത്തു. 5:36. ചെന്നൈ സെൻട്രൽ ഇൻ്റർസിറ്റിയുടെ ലോക്കോ റോയപുരത്തിൻ്റെ P7 ആണ്. 37,211 നമ്പർ. ഇത് ഈ റോഡിൻ്റെ ഒരു ഫ്രഷ് ലോക്കോ. അപ്പുറം 30,554 നമ്പർ. കോച്ചിൻ്റെ എന്തോ മെയിൻ്റനൻസ് നടത്തുന്നുണ്ടോ? ഒരു LHB കോച്ചും ഉണ്ട്, ഒരു ICF കോച്ചും ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ആ ഒരു സൈഡിലേക്ക് പോകുന്നതാണ് ചെന്നൈയിലേക്ക് പോകുന്ന ലൈന്. നമ്മൾ ഈ കോയമ്പത്തൂർ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞിട്ട് നേരെ ലെഫ്റ്റ് എടുത്തിട്ട് മേട്ടുപ്പാളയം ഭാഗത്തേക്ക് വന്നു. കോയമ്പത്തൂർ നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്നുണ്ടായിരുന്നത് MGR ചെന്നൈ സെൻറ്ററിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് വരുന്ന ചേരൻ സൂപ്പർ ഫാസ്റ്റ് ആണ്. അതിനൊരു WP4 ആയിരുന്നു ലോക്കോ. സമയം 5:45 ആയതേ ഉള്ളൂ. അത്യാവശ്യം വെളിച്ചം വന്ന് തുടങ്ങുന്നുണ്ട്.
നമ്മളങ്ങനെ മേട്ടുപ്പാളയത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. 5:35 അത്രയും ലേറ്റ് ആയില്ലേ? എന്നാലും ഇവിടെ എത്തുമ്പോൾ 6:10 എത്തി കേട്ടോ. 6:20 എത്തേണ്ട വണ്ടി 6:10 എത്തി. മേട്ടുപ്പാളയത്തേക്ക് കോയമ്പത്തൂരിൽ നിന്ന് 35 കിലോമീറ്ററാണ് ഉള്ളത്. അത് സഞ്ചരിക്കാനായിട്ട് ഈ വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത് 1 മണിക്കൂർ സമയമാണ്. എന്തായാലും അത്രയും വേണ്ടല്ലോ. വേറെ എവിടെയും സ്റ്റോപ്പില്ല കോയമ്പത്തൂരിൽ നിന്ന് ഇട്ടാൽ. പിന്നെ അടിച്ച് പുറത്തേക്ക് വന്നു, പെട്ടെന്ന് ഇവിടെ എത്തി. നല്ലൊരു ശാന്തമായിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ ഈ ഒരു മേട്ടുപ്പാളയം എന്ന് പറയുന്നത്. കണ്ടോ, രാവിലെ തന്നെ നല്ല ലുക്കല്ലേ. ബാക്ക് സൈഡ് നല്ല നീലഗിരി മലനിരകളുണ്ടോ. ഇവിടെ കാണുന്ന ഈ ഒരു ബ്രോഡ് ഗേജ് ഇല്ലേ, ഇവിടെ നിന്ന് ഇങ്ങനെ പോയി കുറേ അങ്ങോട്ടേക്ക് പോയാൽ പിന്നെ നേരെ മീറ്റർ ഗേജ് ആവും. മൺസൂൺ സീസൺ ആവട്ടെ, നമുക്ക് ഈ ഒരു ഊട്ടി ടോയ് ട്രെയിനിൽ ഒരു യാത്ര ചെയ്യാം കേട്ടോ. ഇപ്പോൾ എന്തായാലും യാത്ര ചെയ്യണില്ല. ഇപ്പം നമുക്ക് സ്പോട്ട് ചെയ്തിട്ട് നേരെ കോയമ്പത്തൂരിലേക്ക് തന്നെ പോവാം. എന്നിട്ട് കോയമ്പത്തൂരിൽ ഞാൻ നേരെ വീട്ടിലേക്ക് പോകും. നമ്മുടെ ചെന്നൈ എഗ്മോർ മംഗലാപുരം എക്സ്പ്രസ്, അതിന് എക്സ്പ്രസ് ഒന്നും വിളിക്കാൻ പറ്റില്ല, പാസഞ്ചർ എന്ന് വിളിക്കുന്നത് നല്ലത്. ആ വണ്ടിക്കാണ് പോകുന്നത്. ഇവിടുന്ന് എന്നിട്ട് സ്പോട്ട് ചെയ്തിട്ട് ഇവിടുന്ന് മെമു ഉണ്ട്, എന്നിട്ട് നേരെ കയറിയിട്ട് കോയമ്പത്തൂർ. നമ്മുടെ കേരളത്തിൻ്റെ മലബാർ സൈഡിലുള്ളവർക്കൊക്കെ ഈ ഒരു ടോയ് ട്രെയിനിൽ കയറാൻ വരണമെങ്കിൽ നിങ്ങൾ തലേ ദിവസം നേരെ കോയമ്പത്തൂരിലേക്ക് വന്നിട്ട് അവിടെ താമസിച്ചിട്ട് രാവിലെ ഈ ഒരു വണ്ടിക്ക് കോയമ്പത്തൂരിൽ നിന്ന് കയറിയിട്ട് വരുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾ ചെന്നൈയിലേക്ക് പോയിട്ട് ഇതിന് ഡയറക്റ്റ് വന്നാലും മതി. അപ്പോൾ കിടന്നുറങ്ങിയിട്ട് മര്യാദക്ക് വരാം. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഏതെങ്കിലും വീക്കിലി വണ്ടിക്കൊക്കെ, ഒരു ബൈ വീക്കിലി വണ്ടിയൊക്കെ ഉണ്ട്, നമ്മുടെ മുരുടേശ്വർ കാച്ചിഗുഡ എക്സ്പ്രസ് ഒക്കെ ഉണ്ട്. അതിന് വന്നാൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് കോയമ്പത്തൂരിലേക്ക് പുലർച്ചെ ഒരു 3:45 4 മണി ആ ഒരു സമയത്ത് എത്താൻ വേണ്ടി പറ്റും. ഇവിടെ കോയമ്പത്തൂർ എത്തി ഒന്ന് ഫ്രഷ് ആയി കഴിഞ്ഞ് ആ ഒരു സമയമാകുമ്പോഴേക്കും നീലഗിരി സൂപ്പർ ഫാസ്റ്റ് കോയമ്പത്തൂർ എത്തും. ഇതിനൊരു ടിക്കറ്റ് എടുത്തിട്ട് നേരെ ഇങ്ങോട്ടേക്ക് വന്നാലും മതി. അങ്ങനെയും നിങ്ങൾക്ക് വരാം. ഈ നീലഗിരി സൂപ്പർ ഫാസ്റ്റും MGR ചെന്നൈ സെൻട്രൽ മംഗലാപുരം സെൻട്രൽ സൂപ്പർ ഫാസ്റ്റൊക്കെ ഇല്ലേ, ഇത് രണ്ടും ഓടുന്ന ഈ വണ്ടി ചെന്നൈയുടെ സ്വന്തം വണ്ടിയാണ് കേട്ടോ. നമ്മുടെ വണ്ടിയൊന്നുമല്ല, കേരളത്തിൻ്റെ വണ്ടിയല്ല, ചെന്നൈയുടെ വണ്ടിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ ബേസിൻ ബ്രിഡ്ജ് വെച്ചിട്ടാണ് നടത്തുന്നത്. ഇപ്പോൾ ഇവിടെ എത്തിയ നീലഗിരി സൂപ്പർ ഫാസ്റ്റിൻ്റെ റേക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ഷണ്ട് ചെയ്തിട്ട് മാറ്റി വെക്കുക. ഇനി ഇവിടുന്ന് വൈകുന്നേരം ഈ വണ്ടി പോവുള്ളൂ. പാസഞ്ചറായിട്ടൊന്നും ഓടിക്കുന്നൊന്നുമില്ല ഈ റേക്ക് വെച്ചിട്ട്. ഇതിവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ട് ഇനി വൈകുന്നേരം ചെന്നൈ സെൻട്രലിലേക്ക് പോകും. കോയമ്പത്തൂരിൽ നിന്ന് കയറ്റിവിട്ട ലോക്കോ ഉണ്ടോ? ഈ റോഡിൻ്റെ നല്ല ഫ്രഷ് ഹൈറേസ് പാൻഡോഗ്രാഫുള്ള ലോക്കോ, 45004 നമ്പർ. നല്ല കിടിലൻ ലോക്കോ. അങ്ങനെ ദേ ബ്രോഡ് ഗേജ് അങ്ങ് അവിടെ അവസാനിച്ചു. ഇവിടം തൊട്ട് ദേ മീറ്റർ ഗേജ് കണ്ടോ, ചെറിയ ട്രാക്ക് കണ്ടോ, ഒന്നിവിടെ ഒന്നവിടെ, അത്രേ വീതിയുള്ളൂ മീറ്റർ ഗേജ്. ഇതാണ് നമ്മുടെ ഊട്ടി ടോയ് ട്രെയിനിൻ്റെ എൻജിൻ. സ്റ്റീം എൻജിനാണ് കേട്ടോ. ആ സ്റ്റീം എൻജിൻ്റെ നമ്പറാണ് അവിടെ കൊടുത്തിട്ടുള്ളത്, X37401 നമ്പർ. നല്ല കിടിലൻ അറ്റ്മോസ്ഫിയർ ആണ്. ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് ചൂടുമില്ല, ചെറിയൊരു മഴക്കാറ് പോലെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ എവിടെയൊക്കെയോ ഒരു മഴക്കാറിൻ്റെ ടച്ച് ഉണ്ട്. പിന്നെ നല്ല തെളിഞ്ഞ ആകാശം, ബാക്കിലാണെങ്കിൽ മലനിരകൾ, ഒരു രക്ഷയില്ലാത്ത ഫ്രെയിമായത്. എന്താ ചെറിയൊരു കൊച്ചിനെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കുന്നുണ്ടോ? അതിനാണെങ്കിൽ നിൽക്കാൻ കൂടി വയ്യ. ഈ ഒരു സ്റ്റീം എൻജിനില്ലേ, ഈ സ്റ്റീം എൻജിൻ ബിൽറ്റ് ചെയ്തത് സ്വിസ് ലോക്കോമോട്ടീവ് ആൻഡ് മെഷീൻ വർക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്വിറ്റ്സർലാൻഡ് ബേസ്ഡ് കമ്പനിയാണ് കേട്ടോ. എന്താ സ്റ്റീം എൻജിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു മാലയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. മുല്ലപ്പൂ, റോസാപ്പൂ, മറ്റേ ജമന്തിയോ അങ്ങനെ എന്തോ ഒരു പൂക്കളൊക്കെ വെച്ചിട്ടുള്ളൊരു മാല. ഈ ഒരു സ്റ്റീം എൻജിൻ കുറച്ച് കഴിയുമ്പം ഓൺ ചെയ്യും. അപ്പോൾ മൊത്തം സ്റ്റീം ഇങ്ങനെ തിളച്ചിട്ട് അതിൻ്റെ ഒരു പുക പോലെ വരില്ലേ, മൊത്തം അതായിരിക്കും ഇവിടെ. നല്ല കിടിലൻ എക്സ്പീരിയൻസ് ആണ്. ഇതിൽ ഇതുവരെ കയറിയിട്ടില്ലെങ്കിൽ ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങൾ എന്തായാലും വരണം കേട്ടോ. മസ്റ്റ് ട്രൈ ആണ് ഇതൊക്കെ. ഈ വണ്ടി മേട്ടുപ്പാളയത്തു നിന്ന് എടുക്കുന്ന സമയത്ത് എൻജിൻ ഫ്രണ്ടിലായിരിക്കില്ല ഉണ്ടാവുക കേട്ടോ, ബാക്കിലാണ് ഉണ്ടാവുക. ബാക്കിൽ നിന്ന് തള്ളിയിട്ടാണ് ഈ വണ്ടി കയറ്റം കയറി പോകുന്നത്. അങ്ങനെയാണ് പരിപാടി.
നല്ല കിടിലൻ ആംബിയൻസ് അല്ലേ. ഇവിടെ കെട്ടിടത്തിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന മറ്റേ ബോർഡും കാര്യങ്ങളൊക്കെ എടുത്തു മാറ്റിയിട്ടുണ്ട്. പിന്നെ ട്രാക്ക് സ്വിച്ച് ചെയ്യുന്ന സംഗതി ഉണ്ടോ, പഴയ സിസ്റ്റം, ആ ഒരു സാധനം പിടിച്ച് വലിച്ചിട്ടൊക്കെ ട്രാക്ക് സ്വിച്ച് ചെയ്യുന്ന പരിപാടി. ഇപ്പം എല്ലാം ഇലക്ട്രോണിക് അല്ലേ, ഇതൊന്നും മാറിയിട്ടില്ല, ഇതിപ്പോഴും മാനുവലാണ്. തൊട്ട് ഫ്രണ്ടിൽ കാണുന്നത് ഇവിടുത്തെ സ്റ്റീം ലോക്കോ ഷെഡാണ് കേട്ടോ. ലോക്കോയുടെ എന്തെങ്കിലും പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് ചെയ്യും. സ്റ്റീം ലോക്കോ ഷെഡ്. ഈ നീലഗിരി മൗണ്ടൻ റെയിൽവേ, ഈ ഊട്ടി ടോയ് ട്രെയിനിൻ്റെ ഒരു ഹിസ്റ്ററി ഇവിടെ ഇങ്ങിപ്പുറം കേട്ടോ. അതായത് സ്റ്റേഷൻ്റെ ഇങ്ങറ്റത്ത് ഈ ഒരു വശത്ത് ഇവിടെ ഇങ്ങനെ ലിഖിതം പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇംഗ്ലീഷിലുണ്ട്, ഹിന്ദിയിലുണ്ട്, പിന്നെ തമിഴിലുണ്ട്. ഇത് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. പോസ് ചെയ്തിട്ട് ഞാൻ കുറച്ച് സൂം ചെയ്ത് കാണിച്ചു തരാം. ഈ മേട്ടുപ്പാളയത്തു നിന്ന് ഉദകമണ്ഡലം വരെ 46 കിലോമീറ്ററാണ് ദൂരമുള്ളത് കേട്ടോ. അതിൽ നമ്പർ ഓഫ് സ്റ്റേഷൻ, ഇടയിലുള്ള സ്റ്റേഷൻ 10 എണ്ണം. റാക്ക് ആൻഡ് പിനിയൻ സിസ്റ്റം, ABT എന്ന് പറയും. അതൊക്കെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ താഴെ കൊടുക്കാം. ഈ പൽചക്രം ഉപയോഗിച്ച് ഇങ്ങനെ കയറുന്ന പരിപാടിയാണ് റാക്ക് ആൻഡ് പിനിയൻ സിസ്റ്റം എന്ന് പറയുന്നത്. കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പിടിച്ച് ഓരോ പല്ലുകൾ ഇങ്ങനെ പിടിച്ച് കയറുന്ന ഒരു സിസ്റ്റമാണ് റാക്ക് ആൻഡ് പിനിയൻ സിസ്റ്റം എന്ന് പറയുന്നത്. അങ്ങനെയുള്ളത് 19 കിലോമീറ്ററും 50 മീറ്ററും അങ്ങനത്തെ ഒരു ട്രാക്കാണ് ഇവിടെ ഉള്ളത്. കയറി പോകേണ്ടത്. പതുക്കെ പോവുള്ളൂ. അതുപോലെ നമ്പർ ഓഫ് കർവ്സ്, വളവുകൾ 209 വളവുകളുണ്ട്. പിന്നെ നമ്പർ ഓഫ് ടണലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 16 ടണലുണ്ട്. അതുപോലെ തന്നെ പാലങ്ങൾ 250 പാലമുണ്ട്, ചെറുതും വലുതുമായിട്ടുള്ള പാലങ്ങൾ. വണ്ടിയുടെ സ്റ്റീം എൻജിൻ ഓൺ ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം. ഈ ഒരു ടോയ് ട്രെയിന് ടോട്ടൽ 4 കോച്ചുകളാണ് ഉള്ളത്. ഈ ഏറ്റവും മുന്നിലുള്ള ഈ ഒരു കോച്ച് എന്ന് പറയുന്നത് F1 എന്ന് പറയും. ഫസ്റ്റ് ക്ലാസ് ആണ്, ഫസ്റ്റ് ക്ലാസ് റിസർവ്ഡ് കോച്ചാണ്. 600 രൂപയാണ് ഇതിൻ്റെ ടിക്കറ്റ് റേറ്റ് വരുന്നത് കേട്ടോ. ഒരാൾക്ക് ഫസ്റ്റ് ക്ലാസ്സിൽ ഇരുന്നിട്ട് പോവാം. പക്ഷേ AC ഒന്നുമല്ല, നോൺ AC ആണ് ഫസ്റ്റ് ക്ലാസ്. ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന കോച്ച് D1 ആണ്. D1 D2 ഉണ്ട്. നോൺ AC സെക്കൻഡ് സിറ്റിംഗ് കോച്ചുകളാണ് കേട്ടോ. ഇത് 2 എണ്ണം ഉണ്ട്, D1 D2. ഇതിന് ഏകദേശം ഒരാൾക്ക് 295 രൂപയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. പിന്നെ ഞാനൊരു ചെറിയൊരു ടിപ്പ് തരാം. നിങ്ങൾ മേട്ടുപ്പാളയത്തു നിന്ന് ഊട്ടിയിലേക്ക് പോകുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിൽ ഇരിക്കണം. ആ ഒരു സൈഡിൽ സീറ്റ് കിട്ടിയാലാണ് നിങ്ങൾ ഏറ്റവും ലക്കി ആയിട്ടുള്ള ആളാകുന്നത്. കാരണം ആ ഒരു സൈഡാണ് ഏറ്റവും നല്ല കാഴ്ചകൾ ഉണ്ടാകുന്നത് അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത്, ഊട്ടിയിലേക്ക് പോകുന്ന സമയത്ത്. ഏറ്റവും ബാക്കിലുള്ള കോച്ച് ജനറൽ കോച്ചാണ് കേട്ടോ. ഇതിന് ടിക്കറ്റ് എടുക്കണമെങ്കിൽ നിങ്ങൾ തലേ ദിവസം ഇവിടെ വന്ന് നിൽക്കണം. കറക്റ്റ് സീറ്റിനനുസരിച്ചുള്ള എത്ര സീറ്റുകളാണ് ഉള്ളത് അത്ര എണ്ണം ടിക്കറ്റുകൾ മാത്രമേ കൊടുക്കുള്ളൂ. അധികം ടിക്കറ്റ് കൊടുക്കില്ല കേട്ടോ. ആ സ്റ്റീം ലോക്കോ ഷെഡിലുണ്ടായിരുന്ന ഒരു ലോക്കോ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടാവും, മെയിൻ്റനൻസ്. അതിൻ്റെ നമ്പർ X37396. അങ്ങനെ നമ്മുടെ മേട്ടുപ്പാളയം ഉദകമണ്ഡലം ടോയ് ട്രെയിൻ വരുന്നുണ്ട്. മീറ്റർ ഗേജ് പാസഞ്ചർ.
2005 യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇടം പിടിച്ചിട്ടുള്ള ഈ ഒരു നീലഗിരി മൗണ്ടൻ റെയിൽവേ സതേൺ റെയിൽവേയുടെ തന്നെ കീഴിലുള്ള സേലം ഡിവിഷൻ്റെ കീഴിലാണ് വരുന്നത്. ഈ ഒരു ടോയ് ട്രെയിനൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത് സേലം ഡിവിഷനാണ്. ഈ ഒരു റെയിൽവേ സ്റ്റേഷന് തൊട്ട് മുട്ടിയിട്ട് തന്നെ ഇവിടെ ഒരു നീലഗിരി മൗണ്ടൻ റെയിൽവേ മ്യൂസിയം ഉണ്ട് കേട്ടോ, സതേൺ റെയിൽവേയുടെ തന്നെ. ഇതൊക്കെ എന്തുവാ സാധനം? സെൻറ്റർ ലാത്തെ. ഈ സാധനം എന്താണെന്നറിയോ? ഈ മെറ്റൽ പോലത്തെ സംഗതികളൊക്കെ ഷേപ്പ് ചെയ്തെടുക്കുന്ന സംഗതി ആ ഒരു മെഷീനാണ് കേട്ടോ. സ്ക്രൂ, ത്രെഡ്, ടേപ്പർ, സിലിണ്ടറിക്കൽ പാർട്സ്, പിന്നെ ബോറിങ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന സാധനമാണ്, മെഷീനാണ്. പ്രിന്റഡ് കാർഡ്, ജേണി, ടിക്കറ്റ് ട്യൂബ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ മെഷീൻസ് ഇവിടെ ഉണ്ട്. ഈ കാണുന്ന മെഷീൻ ഡേറ്റിംഗ് മെഷീൻ ഫോർ പ്രിന്റഡ് കാർഡ് ടിക്കറ്റ്. ടിക്കറ്റിൽ ഡേറ്റ് വെച്ചിട്ട് തന്നെ പ്രിന്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള മെഷീനാണ് കേട്ടോ. ഈ ഒരു മ്യൂസിയത്തിൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, വായിക്കാനും കാണാനായിട്ടുള്ള ഒരുപാട് സംഗതികളുണ്ട്. ഞാൻ മൊത്തത്തിലൊന്ന് ഓടിച്ച് കാണിച്ചു തരാം. ഈ മേട്ടുപ്പാളയം തൊട്ട് കൂനൂര് വരെയുള്ള സ്ട്രെച്ച് എന്ന് പറയുന്നത് നല്ല കയറ്റമുള്ള സ്ട്രെച്ചാണ്. അതുകൊണ്ട് തന്നെ ഇത് റാക്ക് ആൻഡ് പിനിയൻ സിസ്റ്റം എന്ന് പറഞ്ഞില്ലേ, ഇതാണ് സംഗതി കേട്ടോ. പൽചക്രം പോലെയുള്ള വീലുകളുണ്ടോ, ട്രാക്കിനും ഇതുപോലത്തെ ഒരു ഇങ്ങനെ മൊന പോലത്തെ ഒരു സംഗതികളുണ്ടാവും. അതും ഇതിന് കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ പിടിച്ച് കയറിപ്പോവും. അതാണ് റാക്ക് ആൻഡ് പിനിയൻ സിസ്റ്റം. അതിൻ്റെ ടയറാണ്, ആ വീലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആ ഒരു റാക്ക് ആൻഡ് പിനിയൻ സിസ്റ്റത്തിൻ്റെ ഒരു മോഡൽ ഇത് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, ട്രാക്കിൽ ഇതുപോലത്തെ ഇങ്ങനെ ഉണ്ടാവും. പിന്നെ അതുണ്ടോ, അതിൽ കണക്റ്റായി നിൽക്കുന്നത് ആ വീല്, ടയർ. നീലഗിരി മൗണ്ടൻ റെയിൽവേയുടെ പഴയകാല ഒരുപാട് ഫോട്ടോസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, ഇവിടെ വെച്ചിട്ടുണ്ട്, ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ കണ്ടിട്ടുള്ള ആ ഒരു ടോയ് ട്രെയിനില്ലേ, ആ ടോയ് ട്രെയിനിൻ്റെ സ്റ്റീം എൻജിൻ കൂനൂര് വരെയാണ് ഉണ്ടാകുന്നത് കേട്ടോ. കൂനൂരിൽ നിന്ന് ഈ ഒരു സ്റ്റീം എൻജിൻ ഊരിയിട്ട് കൂനൂര് തൊട്ട് ഊട്ടി വരെ YDM4 ഡീസൽ ലോക്കോ ആണ് പോകുന്നത്. ഇതുണ്ടോ, ആ YDM4ൻ്റെ ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ടണലിൽ നിന്ന് ഇറങ്ങി വരുന്ന രീതിയിലുള്ള ഒരു ഫോട്ടോ, നൈസാണേ. അങ്ങ് അവിടെ കാണുന്നത് ഇവിടുത്തെ യാർഡ് ആണേ. അവിടെ നമ്മുടെ ബോബിൻ ഫ്രൈറ്റ് പോലത്തെ ഒക്കെ ഈ മെറ്റലും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നൊരു ഫ്രൈറ്റ് ഉണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു ടോയ് ട്രെയിനിൻ്റെ കോച്ചുകൾ അവിടെ വെച്ചിട്ടുണ്ട്, ആവശ്യമുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാൻ വേണ്ടിയിട്ട്. ഈ റോഡിൻ്റെ എത്രയാ ലോക്കോ? അതൊരു WP7 അത് ഫ്രഷ് ആണ്, പക്ഷെ അത് ഓവർഹോൾ കഴിഞ്ഞാണോ ഒരു ഡൗട്ട് ഉണ്ട്. ഞാൻ നോക്കിയിട്ട് പറയാം. 30,540 ഈ റോഡിൻ്റെ ആ P7 ഇല്ലേ, അത് ഓവർഹോൾ കഴിഞ്ഞാൽ തന്നെയാണ് കേട്ടോ. മുമ്പ് മറ്റേ പൊർണ ചിക്കൻ്റെ പരസ്യം ഒട്ടിച്ച ഒരു പച്ച കളറൊക്കെ ചേർന്ന പച്ചയും മഞ്ഞയൊക്കെ കളർ കോമ്പിനേഷൻ ഉണ്ടായിരുന്ന ഒരു ലിവറി ആയിരുന്നു അതിനുണ്ടായിരുന്നത്, പരസ്യം ഒട്ടിച്ചത്. 2017 നിർമ്മിച്ച ലോക്കോയാ. എന്തായാലും ഇത്രയും വർഷം കൊണ്ട് അങ്ങനെ ഉണ്ടാവില്ലല്ലോ. എന്നിട്ട് ആ ഒരു ചിക്കൻ്റെ ആ ഒരു പരസ്യത്തിൻ്റെ ലിവറിയൊക്കെ എടുത്ത് കളഞ്ഞ് നല്ല ഫ്രഷ് കുട്ടപ്പനാക്കി പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ. ആ ഒരു സ്റ്റീം ലോക്കോ ഷെഡിൽ ഒരു ലോക്കോ ഓൺ ചെയ്ത് വെച്ചിട്ട് റെഡിയാക്കി വെക്കുന്നുണ്ട് പറഞ്ഞില്ലേ, അതെന്തിനാണെന്നറിയോ? ഇവിടുന്ന് 9:10 തന്നെ ഉദകമണ്ഡലത്തിലേക്ക്, അതായത് ഊട്ടിയിലേക്ക്, മേട്ടുപ്പാളയം ഊട്ടി സ്പെഷ്യൽ വണ്ടിയുണ്ട്, ടോയ് ട്രെയിൻ തന്നെയാണ്. അതിന് പോകാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ലോക്കോ റെഡിയാക്കി വെക്കുന്നത്. എസ്കലേറ്റർ വർക്ക് ചെയ്യണില്ല ഗൈസ്. ഇതിലാണെങ്കിൽ ഒടുക്കത്തെ സ്റ്റെപ്പ്, എത്ര സ്റ്റെപ്പാണ് എൻ്റെ അമ്മേ, പകുതി കയറി.
പകുതി കൂടി കയറണം. ഞാൻ കൗണ്ടറിൽ പോയിട്ട് ടിക്കറ്റ് എടുത്തു. ഇവിടുന്ന് കോയമ്പത്തൂരിലേക്ക് മേട്ടുപ്പാളയം കോയമ്പത്തൂർ 10 രൂപ. ഇവിടുന്ന് മേട്ടുപ്പാളയത്തു നിന്ന് പോത്തന്നൂരിലേക്ക് പോകുന്നൊരു മെമു ഉണ്ട്. മെമു 8:20 ഇവിടുന്ന് എടുക്കുന്ന വണ്ടിയാണ്. അതിന് പോകാമെന്ന് വിചാരിച്ചു. മേട്ടുപ്പാളയത്ത് വന്ന് നിൽക്കുന്ന ഈ വണ്ടി തൂത്തുക്കുടിയിൽ നിന്ന് മേട്ടുപ്പാളയത്തേക്ക് വരുന്ന ഒരു ബൈ വീക്കിലി വണ്ടിയാണ്. തൂത്തുക്കുടി മേട്ടുപ്പാളയം 167-66 നമ്പർ. മേട്ടുപ്പാളയത്തിൻ്റെ ഇവിടെ മറ്റേ ടോയ് ട്രെയിൻ്റെ ഇതാണ് കൊടുത്തിട്ടുള്ളത്. മറ്റേ തൂത്തുക്കുടിയുടെ അവിടെ പോർട്ട്. അടിപൊളി. ഈ വണ്ടി തൂത്തുക്കുടി കോച്ചിൻ ഡിപ്പോയുടെ വണ്ടി തന്നെയാണ് കേട്ടോ. സതേൺ റെയിൽവേ 2026 കോച്ചാണല്ലോ ഇതൊക്കെ. S4. ഇതെല്ലാം 2026 കോച്ചാണ് കേട്ടോ. അവന്മാർക്കൊക്കെ കിട്ടുന്ന കോച്ചുകൾ കണ്ടോ, നമുക്കൊക്കെ കിട്ടുന്ന കോച്ചുകൾ നോക്കിയാൽ മതി എങ്ങനെയാണെന്നുള്ളത്. എല്ലാം 2026. ഈ ഇടയ്ക്കെങ്ങാനും LHB ആയ വണ്ടിയായിരിക്കും. 2026 മാർച്ച് 27 LHB ആയ വണ്ടിയാണ് കേട്ടോ ഇത്. മൊത്തം 2026. അടിപൊളി. മേട്ടുപ്പാളയം പോത്തന്നൂർ മെമു ദേ ഇവിടെയുണ്ട്. ഏതെങ്കിലും ഒരു കോച്ചിൽ കയറാം. അങ്ങനെ മേട്ടുപ്പാളയത്തുനിന്ന് 8:20 തന്നെ നമ്മുടെ വണ്ടി ഡിപ്പാർട്ടായിട്ടുണ്ട്. ഈ മെമുയുടെ വണ്ടിയിൽ കയറിയാൽ വീഡിയോ പിടിക്കാനാണ് ഏറ്റവും വലിയ കഷ്ടപ്പാട്. ഇതുപോലത്തെ വിൻഡോ അല്ലേ. മെമുവിൻ്റെ ആദ്യത്തെ സ്റ്റോപ്പായിട്ടുള്ള കാരമടയിലെത്തിയിട്ടുണ്ട്. കാരമട റെയിൽവേ സ്റ്റേഷൻ. അടുത്ത സ്റ്റോപ്പായിട്ടുള്ള പെരിയ നായിക്കം പാളയം എത്തിയിട്ട് ഡിപ്പാർട്ടായിട്ടുണ്ട്. ഇനി ഒരു 2 സ്റ്റേഷൻ കൂടി ഉണ്ട് കോയമ്പത്തൂർ എത്താൻ. അടുത്ത സ്റ്റേഷനെത്തി. തുടിയലൂർ എന്ന് പറഞ്ഞൊരു സ്റ്റേഷനാണ്. തുടിയലൂർ. പിന്നെ അടുത്ത സ്റ്റേഷൻ കോയമ്പത്തൂർ നോർത്താണ്. അങ്ങനെ കോയമ്പത്തൂർ ജംഗ്ഷൻ എത്തി. സമയം ഇപ്പോൾ 9:05. ഇനി മംഗലാപുരത്തേക്ക് പോകേണ്ട ചെന്നൈ എഗ്മോർ മംഗലാപുരം ഇവിടെ എത്തുന്നത് 9:45. അതിന് മുന്നേ ചായ കുടിക്കണം. ഉറക്കം വന്നിട്ടുണ്ടല്ലോ, ഞാനിങ്ങനെ ഉറങ്ങി വീണു. അങ്ങനെ ഇവിടുന്ന് ഒരു ചായ കുടിച്ചു. ചായയും 3 ദോശയും തിന്നു. സാമ്പാറും ചട്നിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ സെക്കന്ദരാബാദ് തിരുവനന്തപുരം ശബരി ഇവിടെ എത്തിയിട്ടുണ്ട്. ലാലാഗുഡയുടെ പീസുവനായിരുന്നു ലോക്കോ. അപ്പുറം നിൽക്കുന്നത് ഈ റോഡിൽ നിന്ന് പാലക്കാട് ടൗണിലേക്ക് പോകുന്ന മെമു ആണ് കേട്ടോ. അതിപ്പോൾ ഇവിടുന്ന് എടുക്കും. ഇവിടുന്ന് ഇനി നേരെ ഞാൻ പയ്യന്നൂരിലേക്ക് പോവാണ്. ചെന്നൈ എഗ്മോർ മംഗലാപുരം എക്സ്പ്രസ്സിന് കയറിയിട്ട്. മംഗലാപുരം എക്സ്പ്രസ് പാസഞ്ചർ, വെറും പാസഞ്ചറാണ്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കണില്ല. എടുത്തെടുത്ത് മതിയായി അതിൻ്റെ വീഡിയോ. അതുകൊണ്ട് ഇതിൻ്റെ ഒപ്പം തന്നെ ആ വണ്ടി വരുന്നതും പിന്നെ കുറച്ച് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അതൊക്കെ കൂട്ടിച്ചേർത്തിട്ട് പയ്യന്നൂർ എത്തിയിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. 1.5 മണിക്കൂർ ഡിലേ അടിച്ചിട്ട് ധൻബാദ് ആലപ്പുഴ വരുന്നുണ്ട്. RPMൻ്റെ P7. ഈ സാമാനം ഈ ധൻബാദ് ആലപ്പുഴ ലേറ്റ് ആയതുകൊണ്ട് നമ്മുടെ വണ്ടി ഇതിൻ്റെ പുറകിലിട്ട് ഉരുട്ടുക. ഇനി ഇത് പോയിട്ട് ഇതേ പ്ലാറ്റ്ഫോമിലേക്ക് 2ാം നമ്പറിലേക്ക് ഈ ധൻബാദ് ആലപ്പുഴ വന്നേ. ഈ 2ാമത്തേലേക്ക് തന്നെ നമ്മുടെ ചെന്നൈ എഗ്മോർ മംഗലാപുരം വരുന്നത്. ഇത് ഇവിടെ നിന്ന് എടുത്തിട്ട് പോയാൽ ഇനി അത് കയറ്റുള്ളൂ. ഈ കാണുന്നത് ധൻബാദ് ആലപ്പുഴയുടെ പാൻട്രി കാറാണ്. വെസ്റ്റേൺ റെയിൽവേയുടെ കോച്ചാണ് കേട്ടോ ഈ പാൻട്രി കാർ. ഈ വണ്ടി ശരിക്കും ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയുടെ വണ്ടിയാണ്. വെസ്റ്റേൺ റെയിൽവേയുടെ പാൻട്രി കാറും. അങ്ങനെ ധൻബാദ് ഇപ്പോൾ എടുത്തിട്ടുണ്ട് ഇവിടുന്ന്. സമയം 9:49. ഇതിൽ കുറച്ചെങ്കിലും കാണാൻ വൃത്തിയുള്ള കോച്ച് H1 ആണ് കേട്ടോ. അത് മാത്രമേ ഉള്ളൂ. 3rd AC 2nd AC ഒക്കെ കണക്കാം. പിന്നെ ബാക്കിയുള്ളതൊന്നും പറയണ്ടല്ലോ. സ്ലീപ്പർ ഇത് ജനറൽ ദീൻ ദയാലു കോച്ച.
2025 കോച്ചാണ് അത് കേട്ടോ, കണ്ടാൽ പറയോ. ചെന്നൈ എഗ്മോർ മംഗലാപുരം വരുന്നുണ്ട്. HRPT ഒക്കെ അങ്ങ് പൊക്കി വെച്ചിട്ട് റോയപുരത്തിൻ്റെ ആണേ. റോയപുരത്തിൻ്റെ 370-17 നമ്പർ ലോക്കോ. എൻ്റെ S9 11 അപ്പർ ബർത്ത് എനിക്ക് കിട്ടിയത്. എന്തായാലും വീഡിയോ ഒന്നും എടുക്കുന്നില്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇതാണ് എൻ്റെ കോച്ച് S9, ഇതിൽ 11 അപ്പർ ബർത്ത്. 2011 നിർമ്മിച്ച കോച്ചാണ് കേട്ടോ. വലിയ കുഴപ്പമില്ല കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ കോയമ്പത്തൂർ നമ്മുടെ വണ്ടി ഡിപ്പാർട്ടായി. സമയം ഇപ്പം 10:15. മധുക്കരി സ്റ്റേഷൻ സ്കിപ്പ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് മൺസൂൺ സമയത്ത് ഇങ്ങോട്ടേക്ക് വരണം. ഇവിടെ ഒരു അമ്പലമുണ്ട്, ധർമ്മലിംഗമലൈ ശിവക്ഷേത്രം എന്നുണ്ട്. ആ നേരെ കാണുന്ന മലയുടെ മുകളിലാണ് ആ ക്ഷേത്രം ഉള്ളത് കേട്ടോ. ഒരു 2-3 മഴയൊക്കെ പെയ്ത് പച്ചപ്പൊക്കെ ആവുന്ന സമയത്ത് വരാം. ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസ് ആണ് പോയത് കേട്ടോ. അതിൻ്റെ ലോക്ക് കണ്ടില്ലേ, P7 റോയപുരത്തിൻ്റെ ആണ്. അവർ 79ാമത്തെ ഇൻഡിപെൻഡൻസ് ഡേക്ക് ഇറക്കിയ ലോക്കോയാണത്. ലോക്കോ അല്ല, ലിവറി. എന്നിട്ട് അതിൽ ഉള്ളത് മൊത്തം നമ്മുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട അമ്പലങ്ങളും സ്റ്റാച്യുവും കാര്യങ്ങളൊക്കെ കൊത്തി വെച്ചിട്ടൊരു നമ്മുടെ ഒരു ഇന്ത്യയുടെ പ്രൈഡ് കാണിക്കുന്ന ഒരു സംഗതി, ഒരു ലോക്കോ. അതിൽ ഏതൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ, ഒന്ന് നമ്മുടെ അംബേദ്കറിൻ്റെ ഉണ്ട്, ഭരണഘടനാ ശില്പിയായിട്ടുള്ള അംബേദ്കറിൻ്റെ. പിന്നെ മഹാബലിപുരത്തെ ഉണ്ട്, പിന്നെ തഞ്ചാവൂരത്തെ ബൃഹദീശ്വര ക്ഷേത്രമുണ്ട്, തിരുവള്ളുവർ സ്റ്റാച്യു ഉണ്ട്, പിന്നെ നീലഗിരി മൗണ്ടൻ റെയിൽവേയുടെ ചിത്രം കൂടി ഉണ്ടെന്ന് തോന്നുന്നു. അപ്പുറം വശത്തായിട്ടാണ് അത് വരുന്നതെന്ന് തോന്നുന്നത്. അങ്ങനെ നമ്മുടെ ഇന്ത്യയുടെ പ്രൈഡായിട്ടുള്ള കുറേ കാര്യങ്ങൾ വെച്ചിട്ടുള്ളൊരു 79ാമത്തെ ഇൻഡിപെൻഡൻസ് ഡേ ഡെലിവറിയാണത്. തിരുനെൽവേലി ബിലാസ്പൂർ സൂപ്പർ ഫാസ്റ്റാണ് ഇപ്പോൾ വന്നത് കേട്ടോ. ഈ വണ്ടിക്ക് യാത്ര ചെയ്യണമെന്ന് കുറേ പേര് പറഞ്ഞിരുന്നു. ഞാൻ നോക്കട്ടെ, പറ്റുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ യാത്ര ചെയ്യാം. ജനനായകൻ വിജയുടെ പരസ്യമൊക്കെ ഒട്ടിച്ചിട്ടുണ്ടല്ലോ ഒരു കോച്ചിന്. ബിലാസ്പൂർ വണ്ടി എടുത്തപ്പോൾ തന്നെ നമ്മുടെ എറണാകുളം KSR ബംഗളൂരു എക്സ്പ്രസ് വന്നു കേട്ടോ. നമ്മുടെ കേരളത്തിൻ്റെ ഗതിമാനായിരുന്നു കേട്ടോ KSR ബംഗളൂരു എക്സ്പ്രസ് ഇൻ്റർസിറ്റി.
ഇപ്പം വെറും എക്സ്പ്രസ് ആയി. പല്ല് ഒഴിഞ്ഞ് സിംഹമായി പോയല്ലോ. पालघाट जंक्शन निങ്ങളെ സ്വാഗതം ചെയ്യുന്നു. पालघाट जंक्शन पर आपका स्वागत है. वेलकम टू पालघाट जंक्शन. 5-1 KSR ബാംഗ്ലൂരു സിറ്റി എറണാകുളം വന്ദേ ഭാരത് എക്സ്പ്രസ് മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. യാത്രികർ कृपया ध्यान दें. गाड़ी संख्या 2665 KSR ബാംഗ്ലൂരു സിറ്റി എറണാകുളം വന്ദേ ഭാരത് എക്സ്പ്രസ് प्लेटफॉर्म क्रमांक 3 पर आ चुकी है. ഇവിടുന്ന് ഇനി വന്ദേ ഭാരത് പോയി കഴിഞ്ഞിട്ടേ നമ്മളെ എടുക്കാൻ ചാൻസ് ഉള്ളൂ കേട്ടോ. പ്രയോറിറ്റി മാറ്റേഴ്സ്. പാലക്കാട് നിന്ന് ഡിപ്പാർട്ടായി. ഇപ്പറുള്ള വണ്ടി പാലക്കാട് നിന്ന് ചെന്നൈ സെൻട്രലിലേക്ക് വന്നതാണ്. പൊള്ളാച്ചി പഴനി വഴി നമ്മളൊരു തവണ പഴനിയിലേക്ക് ഈ വണ്ടിക്ക് പോയിട്ടുണ്ട്. ഈ റോഡിൻ്റെ P4 22269. For the kind attention of passengers, train number 4:25 പയ്യന്നൂർ എത്തേണ്ട വണ്ടിയാണ്. 5:30 എത്തിയത്. ഇങ്ങനെ ഡിലേ അടിച്ചിട്ട് ഓടുന്ന വണ്ടിയായത്. ഭ്രാന്ത് വരുന്നു. ഞാൻ വേറെ വണ്ടി ഇല്ലാത്തതുകൊണ്ട് ഇതിന് കയറിയതാ. അവിടെ ഇവിടെ ഒക്കെ പിടിച്ചിട്ടുന്ന് വെറുതെ ലേറ്റ് ആയതാ. കൺട്രോളിങ് എന്ന് പറഞ്ഞ സാധനം ഭയങ്കര മോശമായി ഇപ്പോൾ വന്ന് അപ്പോൾ ഇന്നും ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നത് ഞാൻ വീടിൻ്റെ അടുക്കെത്താനാകുമ്പോൾ റോട്ടിൽ വെച്ചാണ്. പയ്യന്നൂരിൽ നിന്ന് പെട്ടെന്ന് വീട്ടിലേക്ക് വന്നു. പയ്യന്നൂർ ട്രെയിൻ എത്താൻ ലേറ്റ് ആയതുകൊണ്ട് വീട്ടിലെത്താൻ ലേറ്റായി. സമയം ഇപ്പോൾ കറക്റ്റ് പറയുകയാണെങ്കിൽ സമയം കറക്റ്റ് 7:30 ആയി. 5:30 പയ്യന്നൂർ എത്തി. എന്നിട്ട് ഒരു ചായയൊക്കെ കുടിച്ചു. ചെറിയൊരു തലവേദന ഉണ്ടായിരുന്നു. ഇങ്ങനെ ചൂടൊക്കെ ആയിട്ടാന്ന് തോന്നുന്നു തലവേദന വരുന്നത്. നല്ല ചൂടായിരുന്നു ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത്. ബസ്സിലാണെങ്കിൽ നല്ല തിരക്ക്. ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പം നമ്മൾ മേട്ടുപ്പാളയം കോയമ്പത്തൂരിൽ നിന്ന് തുടങ്ങിയ യാത്രയാണ്. മേട്ടുപ്പാളയം പോയി മേട്ടുപ്പാളയത്തിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് വന്നു. എന്നിട്ട് പയ്യന്നൂരിലേക്ക് വന്നു. ചെറിയൊരു വീഡിയോ ഒക്കെ ഇട്ടു. പിന്നെ ചെന്നൈ എഗ്മോർ മംഗലാപുരത്തിൻ്റെ വീഡിയോ ഇടയ്ക്കിടയ്ക്ക് ഇടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഫുൾ വീഡിയോ എടുക്കാതിരുന്നത്. ഇതിൻ്റെ ഒപ്പം തന്നെ ആക്കിയത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ട്രിപ്പൊന്നും പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല, ബുക്ക് ചെയ്തിട്ടൊന്നുമില്ല. നോക്കട്ടെ, ഒരു ട്രെയിൻ സ്പോട്ടിങ് വീഡിയോ ഒക്കെ ആയിട്ട് നോക്കട്ടെ എന്ന് പ്ലാൻ ചെയ്തിട്ട് അടുത്ത ട്രിപ്പ് നമുക്ക് തുടങ്ങാം. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയിലേക്ക് അടുത്തൊരു യാത്രയായിട്ട് കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ബൈ.